നിങ്ങൾ ഒരു കാര്യം ശക്തമായി ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. ഇത് പറഞ്ഞിരിക്കുന്നത് പൗലോ കൊയ്ല എന്ന ബ്രസീലിയൻ സാഹിത്യകാരനാണ്. ഈ വാക്യം ശരിയായിരിക്കുമോ എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതിനായി ചെറിയൊരു അറിവ് ആവശ്യമാണ്. നമ്മുടെ മനസ്സാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെയും കാരണമായി നിലനിൽക്കുന്നത്. ഏതു വേണം, ഏതു വേണ്ട, എങ്ങനെയാണത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിൽ തന്നെയാണ് ജീവിത വിജയത്തിനുള്ള ഉത്തരവുമുള്ളത്. അത് മനസ്സിലാക്കുന്നതിനായി മനസ്സിന്റെ രണ്ടവസ്ഥകളായ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസം അറിയണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാം, വിജയിപ്പിക്കാം. വളരെ ലളിതമായി നമുക്കിത് മനസ്സിലാക്കാം. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ്, കണക്ക്, ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് മിക്കവാറും ചില വിദ്യാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുന്നതിനായി ചില വഴികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പ്രധാനമായും രണ്ട് രീതികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഒന്ന്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർ സാധാരണയായി ചെയ്യുന്നത് നിരന്തരമായി ഒരു ഭാഗം ആവർത്തിച്ച് വായിക്കും, അല്ലെങ്കിൽ ആവർത്തിച്ച് എഴുതി നോക്കും. ഒരുപക്ഷെ നമ്മൾ എത്ര വളർന്നാലും ഇത്തരത്തിൽ പഠിച്ച പാഠഭാഗങ്ങൾ മറക്കുകയുമില്ല. ഇടയ്ക്കിടെ നമ്മുടെ ഓർമ്മയിൽ അത് എത്തുകയും ചെയ്യും. ഇവിടെയാണ് നമുക്ക് എന്തും വിജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞതിൻ്റെ ടേണിംഗ് പോയിന്റ് വരുന്നത്. രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഒന്ന്, എന്തുകൊണ്ട് ആവർത്തിച്ച് പഠിച്ച ഭാഗങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നില്ല? മറ്റൊന്ന്, എങ്ങനെയാണ് ആ പാഠഭാഗം മനസ്സിലുറച്ചത്? ഈ രണ്ട് കാര്യങ്ങളുടെ ഉത്തരമാണ് മനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കുമ്പോൾ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സ്വീകരിക്കുന്ന സമയത്ത്, അതായത് ഒരു കാര്യത്തെ കാണുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുമ്പോൾ മനസ്സ് മാത്രമാണ് ആദ്യം അതിനെ സ്വീകരിക്കുന്നത്. ആ മനസ്സിനെയാണ് ബോധമനസ്സെന്ന് വിളിക്കുന്നത്. ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിച്ചപ്പോൾ ബോധമനസ്സുകൊണ്ട് സ്വീകരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തത്. എന്നാൽ രണ്ടാമതായി ഒരു കാര്യം കൂടെ അവിടെ നടന്നു. പരീക്ഷയ്ക്ക് ഇത് ആവശ്യമാണ് എന്ന് തോന്നലുണ്ടായി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മനസ്സിലാക്കിയ കാര്യങ്ങളെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് എന്ന്. അവിടെ നമ്മൾ ചെയ്തത് അറിഞ്ഞ കാര്യത്തെ ഒന്നുകൂടെ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒന്നുകിൽ ആ പാഠഭാഗം ആവർത്തിച്ച് വായിച്ചിരിക്കണം, അല്ലെങ്കിൽ ആ പാഠഭാഗത്തെ മനസ്സിൽ വിഷ്വൽ ചെയ്തിരിക്കണം. അതായത് അതിനെക്കുറിച്ച് മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുത്തിയിരിക്കണം. ഈ രണ്ട് പ്രക്രിയകളിലൂടെ ആദ്യം നമ്മൾ ബോധമനസ്സിലേക്കെടുത്ത ആ കാര്യം ഉപബോധ മനസ്സ് ഏറ്റെടുക്കും. ബോധമനസ്സിലൂടെ ഒത്തിരി കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കാലക്രമേണ പുതിയ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്ന് നിറയുമ്പോൾ ആദ്യം കണ്ടതും കേട്ടതുമായ പലതും മറന്നു പോവുകയും ചെയ്യും. എന്നാൽ ഉപബോധ മനസ്സിലേക്ക് എത്തിയ ഒരു കാര്യം ഒരിക്കലും മറക്കില്ല. ഇതാണ് ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മളിൽ കൂടുതൽ പേരും ചെയ്തത് ആവർത്തിച്ച് പറഞ്ഞ് പഠിച്ചു എന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത്, ആവർത്തിക്കുന്നതെന്തും നമുക്ക് മറക്കാൻ കഴിയില്ല. മറക്കാൻ കഴിയാത്തതെല്ലാം ഉപബോധ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്ന സത്യം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ ശേഷം അതിലൂടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയുടെ എല്ലാ രംഗങ്ങളും നമ്മൾ ഓർക്കാറില്ല. എന്നാൽ ചില രംഗങ്ങൾ വർഷം എത്ര കഴിഞ്ഞാലും ഓർത്തുകൊണ്ടേയിരിക്കും. അത് കോമഡിയോ ഗൗരവമുള്ള രംഗങ്ങളോ എന്തായാലും. അങ്ങനെ ഓർക്കാൻ കഴിയുന്നെങ്കിൽ അത് ഉപബോധ മനസ്സിൽ കയറിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ആ രംഗം ആവർത്തിച്ച് നമ്മൾ കണ്ടിട്ടില്ല. മാത്രമല്ല ആ പാഠഭാഗം പരീക്ഷയ്ക്ക് പഠിച്ചതുപോലെ ഗൗരവമായി എടുത്തിട്ടുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉപബോധ മനസ്സിൽ ഈ കാര്യങ്ങൾ കടന്നുകൂടിയത് എന്ന ചോദ്യം വരാം. അത് വൈകാരികമായ ഒരു സംഭവമായതുകൊണ്ടാണ്. അവിടെ ഇമോഷനും ഫീലിംഗും ഉണ്ടായിരുന്നു. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാതെ ചെയ്തതാണ്. അപ്പോൾ വൈകാരികമായ ഒരു കാഴ്ചയെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കും. അതായത് അമിതമായ സന്തോഷം തരുന്നത്, അമിതമായ ദുഃഖമുണ്ടാക്കുന്നത്,
ഏത് സംഭവമായാലും നമ്മൾ അറിയാതെ തന്നെ ഉപബോധ മനസ്സിലേക്ക് കയറിക്കൂടും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന്റെ ഫലത്തെ നൽകുകയും ചെയ്യും. പഠിച്ച ഭാഗം പരീക്ഷയ്ക്ക് വിജയം തന്നതുപോലെ സന്തോഷം ആഗ്രഹിക്കുന്ന സമയത്ത് കോമഡിയായി കണ്ടത് സന്തോഷം എന്ന ഫലത്തെ തരുന്നു. വൈകാരിക അനുഭവം എന്ന് പറഞ്ഞിടത്ത് ഒന്നും നമ്മൾ ആവർത്തിച്ചിട്ടില്ല. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വളരെ എളുപ്പം കയറിക്കൂടിയത്? ആ സിനിമയിലെ കോമഡി കാണുന്ന സമയം അല്ലെങ്കിൽ ഗൗരവമായ ഒരു രംഗം കാണുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും മറ്റെല്ലാം മറന്നുകൊണ്ട് ആ വിഷയത്തിൽ മാത്രം മുഴുകിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിച്ചിട്ടേയില്ല. അവിടെ നമ്മൾ പൂർണ്ണമായും ആ കോമഡിയിൽ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പൂർണ്ണമായും ഉപബോധ മനസ്സിലേക്ക് കയറിക്കൂടിയത്. ഇതേ രീതി തന്നെയാണ് പ്രാർത്ഥനയിലും സംഭവിക്കുന്നത്. പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യത്തെക്കുറിച്ച് അഗാധമായി ചിന്തിക്കുന്നു. മറ്റെല്ലാം മറന്നുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അത് സ്നേഹത്തിനു വേണ്ടിയാണെങ്കിലും പണത്തിനു വേണ്ടിയാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും ഒടുവിൽ നമ്മൾ പറയും, എൻ്റെ പ്രാർത്ഥന ഫലിച്ചു, ദൈവം എൻ്റെ വിളി കേട്ടിരിക്കുന്നു. അതെ, സത്യം അതാണ്. പ്രാർത്ഥനയിൽ നമ്മൾ പൂർണ്ണമായും ആ വിഷയത്തിലായതുകൊണ്ടാണ്. അതായത് ഇമോഷനും ഫീലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുത്തു. ഈ രീതിയിലാണ് ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ എന്ത് ആഗ്രഹവും ഉപബോധ മനസ്സിനെ ഏൽപ്പിക്കാം. അത് വിജയമാക്കി തിരികെ തരികയും ചെയ്യും. അത് പണമാണെങ്കിൽ പോലും. കുറച്ച് ക്യാഷ് വേണമെന്ന ആഗ്രഹം മനസ്സിൽ തീവ്രമാകുമ്പോൾ അത് പണത്തിനുള്ള വഴികൾ കണ്ടെത്തി തുടങ്ങും. ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, പൗലോ കൊയ്ല പറഞ്ഞൊരു കാര്യം. നിങ്ങളൊരു കാര്യം ശക്തമായി ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും, അത് നിങ്ങൾക്ക് നടത്തിത്തരുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പണം മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്തതുപോലെ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ശക്തമായി ആഗ്രഹിക്കുക. അതിനുള്ള ഉറവിടം തുറന്നു കിട്ടും. അടഞ്ഞ വാതിലുകൾ തുറന്നു കിട്ടും. ഇത് ആകർഷണ നിയമമാണ്, ലോ ഓഫ് അട്രാക്ഷൻ ആണ്. ബോധമനസ്സിന്റെയും ഉപബോധ മനസ്സിന്റെയും, അതായത് കോൺഷ്യസ് മൈൻഡിന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും ഒരു മാജിക് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായി വിജയിക്കാൻ കഴിയും. പ്രണയത്തിൽ സംഭവിക്കുന്നതും ഇതേ മാജിക് തന്നെയാണ്. തീവ്രമായ പ്രണയത്തിൽപ്പെട്ടവർക്ക് പിരിയാൻ കഴിയാത്തതും ഉപബോധ മനസ്സിലേക്ക് അത് ശക്തമായിട്ടുള്ളത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ബോധമനസ്സിന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിലെ ശരിയും തെറ്റും കണ്ടെത്താനും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും കഴിയും. എന്നാൽ ഉപബോധ മനസ്സിന് ഇത് രണ്ടും സാധ്യമല്ല. ഉപബോധ മനസ്സ് ചെയ്യുന്നത് മനസ്സ് നൽകുന്ന കാര്യത്തെ ദീർഘകാലം സൂക്ഷിക്കലും അതിനെ വിജയത്തിലേക്ക് എത്തിക്കലുമാണ്. ആയതിനാൽ നല്ല കാര്യങ്ങൾ മാത്രം ഉപബോധ മനസ്സിന് നൽകുക. ആവശ്യമായ കാര്യത്തെ പൂർണ്ണമായ വിശ്വാസത്തോടെ, തീവ്രമായും വൈകാരികമായും നല്ല ഇമോഷനോടെ, നല്ല ഫീലിംഗോടെ തുടർച്ചയായി ആഗ്രഹിക്കുക. 100% അത് നടന്നിരിക്കും. എപ്പോൾ നടക്കുമെന്നുള്ളത് നമ്മൾ എത്രത്തോളം അതിലേക്ക് മനസ്സ് സമർപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഇതൊന്നും നമുക്ക് കഴിയില്ല എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. അത് നെഗറ്റീവായ ചിന്തയാണ്. അത് ഇത്തരം കാര്യങ്ങളെ വിമർശിക്കാനായി ഉപയോഗിക്കാം. നമുക്കേ ഇതിന് കഴിയൂ എന്ന് മാത്രം ചിന്തിക്കുക. ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ റോണ്ട ബേണും ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ജോസഫ് മർഫിയും ഈ രഹസ്യത്തിലൂടെ പലരും വിജയിച്ച രീതികളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. ഈ പുസ്തകങ്ങൾ രണ്ടും വായിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പുസ്തകം ആവശ്യമുള്ളവർക്ക് ഓൺലൈനിലൂടെ വാങ്ങാനുള്ള ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടേതാണ്. അതിലേക്കായി ഈ രഹസ്യം മനസ്സിലാക്കി ഉറപ്പായും നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഒരു കാര്യത്തെ ആഗ്രഹിക്കുക. ബാക്കിയെല്ലാം യൂണിവേഴ്സ്, അതായത് പ്രപഞ്ചശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ വിജയമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.